ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, വെർട്ടീസസ്, എക്സിൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഓഫ് ദ ഹൈപ്പർബോള. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഡിനോമിനേറ്ററിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന ഡിനോമിനേറ്റർ എ സ്ക്വയർ. ഹൈപ്പർബോള അങ്ങനെയാണ്. ഫസ്റ്റ് വരുന്ന ഡിനോമിനേറ്റർ എന്താണ്? അത് എ സ്ക്വയറും സെക്കൻഡ് വരുന്ന ഡിനോമിനേറ്റർ ബി സ്ക്വയർ ആണ്. എലിപ്സ് പോലെയല്ല. ഇവിടെ ആദ്യം വരുന്ന ഡിനോമിനേറ്റർ എ സ്ക്വയർ, സെക്കൻഡ് വരുന്ന ഡിനോമിനേറ്റർ ബി സ്ക്വയർ. ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നോക്കുന്നില്ല. അപ്പോൾ ഇത് ടൈപ്പ് 1 ഹൈപ്പർബോളയാണ്. നമ്മളപ്പോൾ റഫായിട്ടൊന്ന് വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. ഇത് ടൈപ്പ് 1 ആണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ടൈപ്പ് 1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പർബോള വരുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വെർട്ടീസസും ഫോക്കയും കണ്ടുപിടിക്കണം. ശരിയല്ലേ? വെർട്ടീസസും ഫോക്കയും കണ്ടുപിടിക്കണം. ഇവിടെ എഴുതാം. വെർട്ടീസസ് കാണാനുള്ള ഫോർമുല പ്ലസ് ഓർ മൈനസ് എ അല്ലേ? ശരിയല്ലേ? വെർട്ടീസസ് കാണാനുള്ള ഫോർമുല പ്ലസ് ഓർ മൈനസ് എ ആണ്. വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ഈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് പ്ലസ് ഓർ വെർട്ടീസസ് എന്ന് പറയുന്നത്. അത് എക്സ് ആക്സിസിലാണ് ടൈപ്പ് 1 ഹൈപ്പർബോള. കോർഡിനേറ്റ് ആയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ എ സ്ക്വയർ 16 ആണല്ലോ. അപ്പോൾ ഉടനെ തന്നെ എഴുതിക്കോ A4 B3 എന്ന് അവിടെ എഴുതി വെക്കാം. എ സ്ക്വയർ 16 ആവുമ്പോൾ A4, ബി സ്ക്വയർ 9 ആവുമ്പോൾ B3 ആണ്. അപ്പോൾ വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് എ കോമ 0, അതായത് പ്ലസ് ഓർ മൈനസ് 4,0. വെർട്ടീസസ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഫോക്കൈ കണ്ടുപിടിക്കണം. ഫോക്കൈ കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സി ആണ്. സി കിട്ടിയാലോ ഫോക്കൈ കിട്ടുള്ളൂ. സി കാണാനുള്ള ഫോർമുല ഹൈപ്പർബോളയുടെ കേസിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഹൈപ്പർബോളയുടെ കേസിൽ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ 16 ബി സ്ക്വയർ 9, റൂട്ട് 25. അപ്പോൾ സി ഈക്വൽ ടു റൂട്ട് 25, അതായത് 5 ആണ്. ഫോക്കൈ വരുന്നത് അറിയാമല്ലോ. വെർട്ടീസസ് വരുന്ന അതേ ആക്സിസിൽ തന്നെയാണ് ഫോക്കൈ വരുന്നത്. ഫോക്കൈ വരുന്നത് പ്ലസ് ഓർ മൈനസ് സിയിലാണ്. ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ട്. വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് എയിലും ഫോക്കൈ പ്ലസ് ഓർ മൈനസ് സിയിലും. അപ്പോൾ ഫോക്കൈ എക്സ് ആക്സിസിൽ തന്നെയാണുള്ളത്. പ്ലസ് ഓർ മൈനസ് സി കോമ 0, അതായത് പ്ലസ് ഓർ മൈനസ് 5,0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോക്കൈ കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് എക്സിൻട്രിസിറ്റി കണ്ടുപിടിക്കണം. എക്സിൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല സി ബൈ എ അറിയാമല്ലോ. എക്സിൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല സി ബൈ എ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. സി 5 കിട്ടിയിട്ടുണ്ടല്ലോ, എ 4 ആണെന്ന് അറിയാം. എക്സിൻട്രിസിറ്റി 5/4. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണാൻ പറയുന്നുണ്ട്. ലാറ്റസ് റെക്ടം കാണാനുള്ള ഫോർമുല 2b സ്ക്വയർ ബൈ എ ആണ്. 2 ഇൻറ്റു ബി സ്ക്വയർ. ഇവിടെ നോക്കിയേ, ബി സ്ക്വയർ 9 ബൈ എ. എ എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ ലാറ്റസ് റെക്ടം 9/2 ആണ്. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ.